ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളൊക്കെ സ്വപ്നം കാണാറുള്ളവരല്ലേ? സ്വപ്നം കാണാത്തവരായി ആരുമില്ല. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഉറക്കത്തിൽ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ചെയ്യുമായിരുന്നു. ചില നല്ല സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ചിരിക്കും, ചില പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ കരയാറുമുണ്ടായിരുന്നു, അല്ലേ? സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി നയിക്കും, ചിന്തകൾ പ്രവൃത്തികളായി മാറും. ഇങ്ങനെ പറഞ്ഞത് ആരാന്നറിയാമോ? നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. നമ്മളൊക്കെ സ്വപ്നം കാണാറുള്ളത് പോലെ നമ്മുടെ യാക്കോബ് കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് അറിയാം. യാക്കോബ് കണ്ടൊരു സ്വപ്നം, അത് എങ്ങനെ യാക്കോബിൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു യുഗത്തെ തന്നെ മാറ്റിമറിച്ചു എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 28-ാം അധ്യായത്തിലെ യാക്കോബിൻ്റെ സ്വപ്നം എന്ന ഭാഗത്തിലൂടെയാണ്. നമ്മുടെ യാക്കോബിൻ്റെ അമ്മയായ റെബേക്ക ഏസാവ് യാക്കോബിനെ വധിക്കുമെന്ന് വിചാരിച്ച് യാക്കോബിനോട് പറയുകയാണ്, ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് നീ ഓടി രക്ഷപ്പെടുക. നിന്റെ സഹോദരൻ്റെ ദേഷ്യം തീരുവോളം നീ അവിടെ താമസിക്കുക. അമ്മ പറഞ്ഞതനുസരിച്ച് യാക്കോബ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. യാക്കോബിന് വഴിയറിയില്ല, കൂടെ ആരുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. രാത്രിയായപ്പോൾ ക്ഷീണിതനായി. അവൻ ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് ഉറങ്ങാൻ കിടന്നു. ആ ഉറക്കത്തിൽ അവനൊരു സ്വപ്നമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവിണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. അവൻ നോക്കിയപ്പോൾ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്തിരുന്നു. അവൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ദൈവം മുകളിലിരുന്ന് അവനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. അങ്ങനെ ദൈവം യാക്കോബിന് അവിടെ വെച്ച് വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. അതുവരെ വലിയ ദൈവാനുഭവം ഇല്ലാതിരുന്ന യാക്കോബിന് മനസ്സിലായി ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവം ഇവിടെ വസിക്കുന്നുണ്ടെന്നും. അങ്ങനെ യാക്കോബ് ഉറക്കമുണർന്നു. അവൻ്റെ തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് അവിടെ തൂണുപോലെ കുത്തി നിർത്തി. അതിന്മേൽ അവൻ എണ്ണ ഒഴിച്ചു. എന്നിട്ട് അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേരിട്ടു. Jacob then left Beersheba and headed toward Haran, and it was on this journey that he experienced an astonishing heavenly vision. He had traveled about 12 miles in the wilderness to the north of what is now called Jerusalem. When the sun had set, he chose a place to rest, and he picked up one of the stones for a pillow, put it under his head, and fell asleep. He dreamed there was a ladder suspended between heaven and earth, and the angels of God were ascending and descending on it. And the Lord stood beside him. And in Genesis 28:13, he said to Jacob, I am the Lord, the God of Abraham your father, and the God of Isaac. The land on which you lie I will give to you and to your offspring, and your offspring shall be like the dust of the earth. And you shall spread abroad to the west, and to the east, and to the north, and to the south. And all the families of the earth shall be blessed in you and in your offspring. Know that I am with you, and will keep you wherever you go, and will bring you back to this land, for I will not leave you until I have done what I have promised you. When Jacob awoke from his sleep, he said, How awesome is this place! This is none other than the house of God, and this is the gate of heaven.
he anointed with oil the stone upon which he had slept, setting it apart for God's use, and named the place Bethel, meaning house of God. He also vowed to give God 1/10 of his earnings, or a tithe, if he were, as God had promised, to return safely to Canaan. കുട്ടികളെ, ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ദൈവത്തിൻ്റെ ഭവനം എന്നാണ്. അങ്ങനെ യാക്കോബ് അവൻ്റെ യാത്ര തുടർന്നു. ലാബാൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. യാക്കോബ് അവിടെ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തു. ലാബാൻ്റെ മക്കളായ ലയായെയും റാഹേലിനെയും വിവാഹം ചെയ്തു. അത്രയും കാലം കൊണ്ട് യാക്കോബ് ഒത്തിരി സമ്പത്തും സ്വന്തമാക്കി. അവസാനം അദ്ദേഹം കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് തൻ്റെ സഹോദരനായ ഏസാവിൻ്റെ പക്കലേക്ക് യാത്ര തിരിച്ചു. ചേട്ടനുമായി സൗഹൃദത്തിൽ കഴിയണമെന്ന് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്വപ്നത്തിലൂടെയുള്ള യാത്ര യാക്കോബിനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ദൈവം അവന് കാവലുണ്ടായിരുന്നു. ഇതുപോലെ ബൈബിളിൽ സ്വപ്നം കണ്ടവരെ കുറിച്ച് അറിയാമോ? നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? യാക്കോബിൻ്റെ മകനായ ജോസഫ് സ്വപ്നം കാണുന്നവനായിരുന്നു. അതുപോലെ പുതിയ നിയമത്തിലെ ജോസഫിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ദൈവം കാണിച്ചു തരുന്ന സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയങ്കരരായി നമുക്ക് തീരാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം ഇസഹാക്കിനെയും അദ്ദേഹത്തിൻ്റെ മക്കളായ ഏസാവിനെയും യാക്കോബിനെയും പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് ദൈവം യാക്കോബിന് നൽകിയ മറ്റൊരു നാമത്തെക്കുറിച്ചും അത് ലഭിക്കാനിടയായ സന്ദർഭത്തെയും കുറിച്ച് മനസ്സിലാക്കാം. ഒരിക്കൽ യാക്കോബ് തൻ്റെ സകല സമ്പാദ്യങ്ങളുമായി കാനാൻ ദേശത്തേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം യാക്കോബ് ഭയചകിതനായിരുന്നു. കാരണം പിറ്റേ ദിവസം തൻ്റെ സഹോദരനായ ഏസാവിനെ കണ്ടുമുട്ടുമെന്നും അവൻ തന്നെ വധിക്കുമെന്നും യാക്കോബ് ഭയപ്പെട്ടു. നടന്നു നടന്ന് യാക്കോബ് യാബോക്ക് എന്ന അരുവിയുടെ തീരത്തെത്തി. സമ്പാദ്യമെല്ലാം അക്കരയിൽ എത്തിച്ചതിന് ശേഷം യാക്കോബ് തനിച്ചവിടെ നിൽക്കുകയായിരുന്നു. ആ സമയം അപരിചിതനായ ഒരു മനുഷ്യൻ യാക്കോബുമായി മൽപ്പിടുത്തം നടത്താനെത്തി. One of the most baffling stories in the Bible occurs when Jacob was alone that night on the bank of the Jabbok. Suddenly, he found himself wrestling in the dark with a mysterious stranger. Religious scholars for generations have debated the significance of this wrestling match. Does it symbolize the Israelites' persistent struggles with the Lord and the divine blessing it earned? Is it the battle every human must undergo with the forces of evil? In any event, Jacob and the stranger wrestled until the break of dawn, and when the stranger saw that he could not bring Jacob down, he struck Jacob's hip at its socket and sprained it. Nevertheless, Jacob eventually dominated the struggle. At daybreak, the man said, "Let me go!" But Jacob replied, "I will not let you go unless you bless me." In Genesis 32:28, the man replied, You shall no longer be called Jacob, but Israel, for you have striven with God and with humans, and have prevailed. Before the sun rose, the stranger left. As Jacob limped away, he realized he had come face to face with God and survived. To this day, many Israelites do not eat the thigh muscle that is on the hip socket. മൽപ്പിടുത്തം വളരെയധികം സമയം നീണ്ടുനിന്നു. യാക്കോബിനെ ഒരു തരത്തിലും ജയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ അയാൾ തിരിച്ചു പോകുവാനായി താല്പര്യപ്പെട്ടു. അത് പിതാവായ ദൈവമാണെന്ന് മനസ്സിലാക്കിയ യാക്കോബ് പറഞ്ഞു, "എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ തിരിച്ചുവിടുകയില്ല." അപ്പോൾ അയാൾ ചോദിച്ചു, "എന്താണ് നിന്റെ പേര്?" യാക്കോബ് എന്ന് മറുപടി നൽകി. അപ്പോൾ അയാൾ പറഞ്ഞു, "ഇനി മുതൽ നീ യാക്കോബല്ല, ഇസ്രയേൽ എന്നറിയപ്പെടും. കാരണം നീ ദൈവത്തെയും മനുഷ്യനെയും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു." പിന്നീട് യാക്കോബ് ഇസ്രയേൽ എന്നും യാക്കോബിൻ്റെ സന്തതികൾ ഇസ്രയേൽ ജനത എന്നറിയപ്പെടാനും തുടങ്ങി. ദൈവാനുഗ്രഹം ലഭിച്ചതിന് ശേഷം പേരുമാറിയ ആരെങ്കിലും നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ? ദൈവാനുഗ്രഹം ലഭിച്ചതിന് ശേഷം അബ്രാം അബ്രഹാം എന്നും
ശിമയോൻ പീറ്റർ എന്നും സാവൂൾ പൗലോസ് എന്നും അറിയപ്പെടാൻ തുടങ്ങി. രക്ഷാകര പദ്ധതിയിൽ സവിശേഷകരമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് യാക്കോബ്. അതുകൊണ്ടാണ് കുർബാനകളിലും മറ്റു പ്രാർത്ഥനകളിലും നാം യാക്കോബിന്റെ ദൈവം എന്ന് ഉപയോഗിക്കാറുള്ളത്. ആ കുർബാന ഗീതം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ. യാക്കോബിന്റെ അനുഭവങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് പറയുവാനായി നമുക്ക് സാധിക്കണം. മനുഷ്യദൃഷ്ടിയിൽ തിന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും നന്മയുളവാക്കുവാൻ സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെന്ന് യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് റോമ 8:28 നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ഈ തിരുവചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ പാഠഭാഗം നമുക്ക് പ്രചോദനമാകട്ടെ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം നന്മയുണ്ടായ ഒരു അനുഭവം തയ്യാറാക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ജീവിതത്തിലുണ്ടാവുന്ന പരാജയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തളർന്നു പോകാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.